അങ്ങനെ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള T20 പരമ്പരയിലെ രണ്ടാം T20 മത്സരത്തിലും സഞ്ജു സാംസന് അവസരമില്ല. അദ്ദേഹത്തെ വീണ്ടും ബെഞ്ചിൽ ഇരുത്തിയിരിക്കുകയാണ് രോഹിത് ശർമ്മ. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ആദ്യ T20യിലും സഞ്ജു കളിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് നടന്ന രണ്ടാം T20യിലും സഞ്ജു സാംസനെ രോഹിത് ശർമ്മ കളിപ്പിച്ചിട്ടില്ല. വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ രോഹിത് ശർമ്മ സഞ്ജു സാംസനെ അത്ര അങ്ങ് സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. അത് വേറെ വിഷയം. കാരണം ഹാർദിക് പാണ്ഡ്യ ആവട്ടെ, ഇതിനു മുമ്പ് ഹാർദിക് പാണ്ഡ്യ ഇന്ത്യയുടെ T20 ക്യാപ്റ്റനായ സമയത്തും അതുപോലെ വിരാട് കോഹ്ലി ക്യാപ്റ്റനായ സമയത്തുമെല്ലാം സഞ്ജുവിന് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ രോഹിത് ശർമ്മ അത്ര അവസരങ്ങൾ സഞ്ജുവിന് കൊടുക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ ജിതേശൻ, ഞാനൊരു T20 പരമ്പര തുടങ്ങുന്ന മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യമായിരുന്നു, ഈ ഒരു അഫ്ഗാനിസ്ഥാൻ പരമ്പരയിൽ സഞ്ജുവിനേക്കാളും കൂടുതൽ പ്രിഫറൻസ് ജിതേഷ് ശർമ്മക്കായിരിക്കും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ സംഭവിച്ചിരിക്കുകയാണ്. പിന്നീട് ഒരു പ്ലെയർ കളിക്കുമോ കളിക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ആ ഒരു പ്ലെയർക്ക് തുടർച്ചയായുള്ള അവസരങ്ങൾ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ തുടരെ അവസരങ്ങൾ കൊടുക്കണം. ഇപ്പോൾ തിലക് വർമ്മക്ക് കൊടുക്കുന്ന പോലെ തന്നെ തുടരെ അവസരങ്ങൾ സഞ്ജുവിന് കൊടുത്തു കഴിഞ്ഞാൽ സഞ്ജു ഇനി T20 കളിക്കുമോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ വൺ ഡേയിൽ സഞ്ജുവിൻ്റെ പെർഫോമൻസ് നമുക്കറിയാവുന്ന കാര്യമാണ്. സഞ്ജുവിന് ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് കിട്ടിയപ്പോൾ അദ്ദേഹം ഇപ്പോൾ അവസാനം സൗത്ത് ആഫ്രിക്കയിൽ പോയി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു മികച്ചൊരു സെഞ്ചുറി നമുക്ക് ആരാധകർക്ക് കാണാൻ സാധിച്ചു. ഏതായാലും വളരെ മികച്ച കളി. ഏതായാലും എന്താ പറയുക, ഇന്നത്തെ മത്സരത്തിലാവട്ടെ ഗില്ലിന് പകരം യശസ്വി ജയ്സ്വാൾ ടീമിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തിലക് വർമ്മയില്ല. അങ്ങനെ ചെറിയ ചേഞ്ചുകൾ മാത്രമാണ് ടീമിൽ വരുത്തിയിട്ടുള്ളത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം, സഞ്ജു സാംസനെ രോഹിത് ശർമ്മ ബെഞ്ചിലിരുത്തിയതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം, അദ്ദേഹത്തിന് അവസരം കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ.